ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പൊളിഞ്ഞു വീഴുന്ന മുഖങ്ങൾ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി സിനിമാ മേഖലയിലെ താരരാജക്കന്മാർ എന്ന പദവിയിൽ വാണിരുന്നവരുടെ നെഞ്ചിടിപ്പ് കൂടിയിരിക്കുകയാണ്. വേട്ടക്കാരന്മാരുടെയും ഇരകളെക്കുറിച്ചുമുള്ള പരാമർശങ്ങളെല്ലാം നീക്കം ചെയ്ത ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നതെങ്കിലും സിനിമാ മേഖലയിൽ ഇന്ന് നിലനിൽക്കുന്ന എല്ലാ ഭോഷത്തരങ്ങളും ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ റിപ്പോർട്ട് തുടങ്ങുന്നത് ഇങ്ങനെയുമാണ്: ദ സ്കൈ ഈസ് ഫുൾ ഓഫ് മിസ്റ്ററീസ് വിത്ത് ദ ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് and the beautiful moon. But scientific investigation revealed that stars do not twinkle, nor does the moon look beautiful. The study therefore cautions, do not trust what you see, even stars look like sugar. ഈ വിഷയത്തെക്കുറിച്ച് i2 ന്യൂസ് പ്രേക്ഷകരുമായി ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സംവിധായകൻ ശാന്തിവിള ദിനേശാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി കൃത്യമായി പറഞ്ഞാൽ 2019 ഡിസംബർ 31 ഏതാണ്ട് 4.5 വർഷം മുമ്പ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ആ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ഏകദേശം 4.5 കൊല്ലത്തോളം ആ റിപ്പോർട്ടിനെ കുറിച്ച് യാതൊരു വിവരങ്ങളുമില്ലായിരുന്നു. എന്തുകൊണ്ടാവാം ഇപ്പോൾ ആ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടത്? ഒന്ന്, ആ റിപ്പോർട്ടിൽ ഒരുപാട് വിവാദമുണ്ടാക്കുന്ന പലരുടെയും പേരുകളുണ്ട്. ആ പേരുകളിൽ പലരെയും പേരുകൾ പറഞ്ഞാൽ ഒരുപാട് വിസ്ഫോടനം കേരളത്തിലുണ്ടാകാം. അതിൽ യാഥാർത്ഥ്യമേത്, സ്വപ്നത്തിൽ നിന്നുണ്ടാക്കിയതെന്ന് പറയാൻ പറ്റും. ഒരു സർക്കാരിന് അത് ആലോചിക്കേണ്ട കാര്യമുണ്ട്. അത് അരിച്ചു മാറ്റാനായിരുന്നു ഈ ഒരു 4.5 കൊല്ലം. അല്ല, അപ്പോൾ അവരെന്തെന്ന് വെച്ചാൽ നിയമവശം ആദ്യം നിയമവകുപ്പിന് വിട്ടു, അത് കഴിഞ്ഞ് അത് വീണ്ടും വിവരാവകാശത്തിന് വിട്ടു. അപ്പോൾ അവർ വിവരാവകാശ കമ്മീഷണർ പറഞ്ഞത് ഒരാളുടെ പേര് പോലും പുറത്തുവിടരുത്. കാരണം ജസ്റ്റിസ് കത്ത് കൊടുത്തിട്ടുണ്ട് ഹേമ, ഇതിൽ പറയുന്ന ഒരാളുടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു പേരും പുറത്തുവിടരുത്. ആരെയെല്ലാം മൊഴിയെടുത്ത് ആരുടെയെല്ലാം വെച്ച് റിപ്പോർട്ടുണ്ടാക്കിയോ, എന്നിട്ട് ആ റിപ്പോർട്ടിലുള്ള പ്രധാനപ്പെട്ട ഒരു പേരുകളും ഒരു കാര്യങ്ങളും പുറത്തുവിടരുതെന്ന് അവർ തന്നെ കത്ത് കൊടുത്തു. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ റിപ്പോർട്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വിവരാവകാശ കമ്മീഷണർ പറഞ്ഞു ആ പേരുകൾ മുഴുവൻ ഒഴിവാക്കിയിട്ട് മാത്രമേ പുറത്തുവിടാവൂ. അത് പാരഗ്രാഫ് ഒഴിവാക്കണമെങ്കിൽ പാരഗ്രാഫ് ഒഴിവാക്കാം, പേരാണെങ്കിൽ പേര് ഒഴിവാക്കാം. അങ്ങനെ കൊടുക്കാൻ പോയപ്പോൾ യാതൊരു നിർമ്മാതാവ് കൊണ്ടുവന്ന് ഇത് എന്നെ അടക്കമുള്ളവരെ കളിയാക്കാനാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ കോടതിയിൽ സ്റ്റേ ആയി. ആ സ്റ്റേ വെക്കറ്റ് ചെയ്ത് വരുമ്പോൾ നടി രഞ്ജിനി, നമ്മളെ മോഹൻലാലിൻ്റെ ചിത്രം എന്ന് പറഞ്ഞ പടത്തിലെ നായിക, അവർ മൊഴി കൊടുത്ത ആളാണ്. അപ്പോൾ അവർ പറയുന്നു ഞാൻ മൊഴി കൊടുത്തു, ഞാൻ പറഞ്ഞതാണോ ഈ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് സംശയമുണ്ട്, എനിക്കത് കാണണം. അങ്ങനെ മൊഴി കൊടുത്ത ഒരാൾക്ക് ഒരു അവകാശമുണ്ട്. ഇപ്പോൾ ഞാൻ നൂറുകണക്കിന് പേരെ പോലെ ഒരാളെ പോലെ ഞാൻ മൊഴി കൊടുത്തു, അതായത് എന്റെ ഒരു കൺസേൺ കൂടെ കിട്ടിയ ശേഷമേ അതുപോലെ അല്ല, കൺസേൺ വേണ്ട, എനിക്കത് വായിച്ചു നോക്കണം. ഞാൻ പറഞ്ഞതാണ്, രഞ്ജിനി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയണം. അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ പറഞ്ഞത് ഇടാതിരിക്കുകയോ ഞാൻ പറഞ്ഞത് കൂട്ടിപ്പറയുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയണമെന്ന് മുന്നേ കൊടുത്തു. പക്ഷേ അത് തള്ളിപ്പോയി. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരികയും എനിക്ക് താങ്കളോട് പറയാനുള്ളത് 1,08,00,000 രൂപ വെറുതെ ഒഴുക്കിക്കളഞ്ഞു എന്ന് ഞാൻ പറയും. അല്ല, ഇങ്ങനൊരു ഗുണവും മണവും ഇല്ലാത്തൊരു റിപ്പോർട്ട്, അതായത് ഈ 300 പേജുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചെന്ന് പറയുന്നു. അതിനകത്ത് 65ഓളം പേജുകൾ മാറ്റിയിട്ട് അതിനകത്ത് ഇര ഏതാണെന്നോ വേട്ടക്കാരൻ ആരാണെന്നോ ഒന്നുമില്ലാതെ ഇത്തരത്തിലുള്ള ഒരു ഗുണവും മണവും ഇല്ലാത്തൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടത് കൊണ്ട് ഇതിനകത്ത് വെറും ഊഹാപോഹങ്ങളാണ്. അല്ല, ഈ റിപ്പോർട്ടിനെ കുറിച്ച് എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പോൾ ഞാനും നിങ്ങളും അടക്കം അവരെ ഒരുപാട് പേരെ വിളിച്ചു വരുത്തി. സ്വയം വന്ന് മൊഴി കൊടുക്കാൻ പറഞ്ഞപ്പോൾ പലരും പോയില്ല. അപ്പോൾ അവർ ജസ്റ്റിസ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ കമ്മീഷൻ്റെ മേധാവി എന്നുള്ള നിലയ്ക്ക് പേര് കൊടുത്ത് ഇത്രാം തീയതി ഹാജരാകണം എന്ന് കൊടുത്താണ് പലരും ഇന്ന് മൊഴിയെടുത്തത്. അപ്പോൾ ഈ 2 മൊഴികളും കിട്ടുമ്പോൾ ഉള്ളൊരു ഇതിൽ എനിക്ക് തോന്നിയൊരു ന്യൂനത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ താങ്കൾ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട്, എന്നെ വിളിച്ച് ഹേമ ചോദിച്ചിട്ടില്ല. ജസ്റ്റിസ് വിളിച്ച് ചോദിക്കണ്ടേ, നിങ്ങളെപ്പറ്റി ഒരു പരാതി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചിട്ടില്ല. ഏത് കോടതി പോയാലും നിങ്ങൾക്ക് വാദിക്ക് പ്രതിയോടുള്ള അഭിപ്രായം വാദിയുടെ വക്കീൽ ചോദിക്കുമല്ലോ, ഏത് കേസിൽ പോയാലും. എന്നാൽ ചില ഇൻസിഡൻസിൽ അവരുടെ ഒരു ജുഡീഷ്യസ് ആയിട്ട് അവർ ഇടപെട്ടു എന്ന് നമുക്ക് തോന്നാവുന്ന ചില നടപടികൾ, അതായത് മുൻ WCC സ്ഥാപക മെമ്പർ മൊഴി കൊടുത്തപ്പോൾ ആദ്യം പറഞ്ഞ മൊഴിയിൽ നിന്നും അവർ മാറ്റി സിനിമാ മേഖലയിൽ യാതൊരു കുഴപ്പവുമില്ല എന്നവർ പറയുകയുണ്ടായി. അങ്ങനെ പറഞ്ഞതിന്റെ സിനിമാ മേഖലയിൽ കുഴപ്പമില്ല എന്നല്ല പറഞ്ഞു, എനിക്ക് അനുഭവമില്ല. അങ്ങനെ പറയുമ്പോൾ അല്ലെ ഇത്തരത്തിലൊരു ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കുകയും ഇങ്ങനെ ഒരു കമ്മിറ്റി വേണമെന്ന് മുറവിളി കൂട്ടുകയും ചെയ്തവർ തന്നെ ഈ കമ്മിറ്റിയുടെ മുന്നിൽ മൊഴി കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഭവമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു മറുപടിയെ അവർ വളരെ സംശയത്തോടു കൂടിയാണ് കണ്ടത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതിലൊരു പ്രശ്നം എവിടെ എന്നറിയോ, കസബ എന്ന് പറഞ്ഞ പടത്തിൽ
രഞ്ജി പണിക്കരുടെ മകൻ നിതിൻ രഞ്ജി പണിക്കർ ചെയ്ത പടത്തിൽ പോലീസ് ഓഫീസറായ മമ്മൂട്ടി പോലീസ് ഓഫീസറായ ഒരു വനിതാ പോലീസ് ഓഫീസറുടെ ബെൽറ്റിൽ കുത്തി വിരൽ ഇങ്ങനെ കൈ അകത്തിട്ടിട്ട് പിടിക്കുന്നൊരു സീനുണ്ട്. ആ സീനിനെ പരസ്യമായിട്ട് WCC എന്ന് പറയുന്ന തലയിൽ കണ്ട വെച്ച അവരെ എംബ്ലം അതാണല്ലോ, തലയിൽ കണ്ട വെച്ച അതിലുള്ള ഏതോ മഹതികൾ മമ്മൂട്ടിയെ ഊള എന്ന് വരെ വിളിച്ചു. ആ ഊള ഒരു നടിയുടെ ബെൽറ്റ് കയറി പിടിച്ചു. അതാ സംവിധായകനും തിരക്കഥാകൃത്തുമല്ല തീരുമാനിക്കാൻ. അല്ലെങ്കിൽ ഒരു ബെൽറ്റ് കയറി പിടിച്ചാൽ അവളുടെ സ്ത്രീത്വം നഷ്ടപ്പെടും, അല്ലെങ്കിൽ ആ നടിക്ക് എതിർപ്പുണ്ടോ? ഇല്ല. ആ ഇഷ്യൂ മുതലാണ് മഞ്ജു, ഞാൻ തുറന്നു പറയുന്നു, മഞ്ജു വാര്യർ WCC മാറ്റി തെറ്റുന്ന അവിടെ മുതലാണ്. കാരണം ചിലർക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഈ സംഘടനയെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് മഞ്ജുവിന് അപ്പോഴാണ് പിടികിട്ടുന്നത്. ശരിക്കും ഒരു കുതികാലിവെട്ടിയുടെ ഒരു ഇമേജാണ് ഇപ്പോൾ മഞ്ജുവിന് ഇതുകൊണ്ട് ഉണ്ടായത്. എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയില്ല, ഞാൻ അങ്ങനെ പറയില്ല. ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് നല്ല ഉദ്ദേശത്തോടു കൂടി ഒരു സംഘടന ഉണ്ടാക്കാൻ എല്ലാ സഹായവും കൊടുത്ത് കൂടെ നിന്ന ആള് അതിൽ നിന്ന് മാറിയതിനെ ഞാൻ കാണുന്നു. വിധു വിൻസെന്റ് കുതികാലിവെട്ടി എന്നൊക്കെ പറയാൻ പറ്റും. അതിന്റെ ഒരു നേട്ടം മഞ്ജുവിനുണ്ടായില്ല. ഒരിക്കലും ഉണ്ടാവില്ല. WCC നിന്ന് പിൻവാങ്ങിയതുകൊണ്ട് മഞ്ജുവിന് അതിനേക്കാൾ തിരക്കിൽ നിന്ന് ഇന്ന് തിരക്ക് കുറഞ്ഞതേ ഉള്ളൂ. വാസ്തവത്തിൽ മഞ്ജു പല ഭാഷകളിലേക്ക് മാറിപ്പോയല്ലോ, ഇപ്പം മലയാളത്തിൽ കുറവല്ലേ. അപ്പോൾ അങ്ങനെ ഞാനും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു സംഘടന ചിലരെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഊളായെന്നും അതും ഇതുമൊക്കെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിൽ നിൽക്കുന്നത് ശരിയല്ല എന്ന് തോന്നിക്കൊണ്ടാണ് അവർ ഇറങ്ങിപ്പോയത്. ഞാൻ ഇനി ഇല്ല എന്ന് പറഞ്ഞു. അതുപോലെയാണ് വിധു വിൻസെൻറ്റും പോയത്. വിധു വിൻസെൻ്റ് അതിലുള്ള ആരോഗ്യമൊക്കെ ആയിട്ട്. ഒന്നാമത്തെ പ്രശ്നം എന്തറിയോ സുല്ല് മനസ്സിലാക്കേണ്ടത്, പടവലങ്ങി വളരുന്ന പോലെയാണ് ഈ WCC വളരുന്നത്. 31 പേരിൽ തുടങ്ങിയ സംഘടനയിൽ ഇപ്പോൾ 11 വരെ ഉള്ളൂ. എന്തുകൊണ്ട് അമ്മയിലെ 400 സ്ത്രീകളുള്ളതിൽ നിന്ന് ഒരു 40 പേരെ അവർക്ക് കിട്ടാത്തത്? അല്ല അത് തന്നെയാണ് ഇവർ പറയുന്നൊരു ഉദാഹരണം. അതായത് സിനിമയെ സംബന്ധിച്ചിടത്തോളം നിയന്ത്രിക്കുന്നത് ഈ 15 അംഗ ഒരു മാഫിയ സംഘമാണ് എന്ന് പറയുന്നത് ശരിയാണെന്ന് വെളിവെക്കുന്നില്ല. കാരണം അവർ ഈ അമ്മയിൽ നിന്നും ഈ സംഘടനയിൽ പോയ അന്ന് അവരുടെ കഥ കഴിഞ്ഞു എന്ന് അവർക്കറിയാം. അമ്മയിലുള്ള 15 പേരാണോ ഈ ഗുണ്ടകൾ എന്ന് പറയുന്നത്? ഇപ്പോൾ അങ്ങനെ തന്നെയല്ലേ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. അത് വളരെ വ്യക്തമല്ലേ. കാരണം അവർ പറയുന്നത് ഈ ചില സൂചനകൾ, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരും റിപ്പോർട്ട് കാണാത്തത് നമുക്ക് ആർക്കും ആധികാരികമായിട്ട് ഇന്നാരാണ് എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഈ മേഖലയുമായിട്ട് നമ്മൾ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ലഭിക്കുന്ന ചില സൂചനകൾ അനുസരിച്ച് ഈ പറയുന്ന ഒരു 15 അംഗ ഒരു കോക്കസ് ആണ് മലയാള സിനിമയെ നയിക്കുന്നതെന്നും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ചിട്ടാണ് ഇൻഡസ്ട്രി റൺ ചെയ്യുന്നതെന്നും അവർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ അതാണ് ചോദ്യം. അത് നമ്മൾ ആ ചോദ്യത്തിലേക്കാണ് വരുന്നത്. അത് ഈ പറയുന്ന ജസ്റ്റിസ് ഹേമ കമ്മീഷൻ കണ്ടെത്തിയ അല്ലെ അതിനുശേഷമാണോ അതോ അതിന് മുമ്പേ മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള ഒരു ഫോക്കസും ചില തമ്പ്രാക്കന്മാരുടെ താല്പര്യങ്ങളും ഇതുമനുസരിച്ചാണോ ഈ ഇൻഡസ്ട്രി റൺ ചെയ്യുന്നത്? അത് നിർമ്മാതാക്കളിലും സംവിധായകരിലും ക്യാമറാമാരിലും തിരക്കഥാകൃത്തുക്കളിലും നടീനടന്മാരിലും തമ്പ്രാക്കളുണ്ട്. അത് അവരുണ്ടാക്കിയെടുത്ത, അല്ലെങ്കിൽ അവരുടെ കഴിവുകൊണ്ടും അവർക്ക് ജനപ്രീതി കൊണ്ടും അവരുണ്ടാക്കിയെടുത്ത. ഞാൻ ആദ്യമായിട്ട് രഞ്ജിത്തിനെ പരിചയപ്പെടുമ്പോൾ ഒരു പാവം ചെറുപ്പക്കാരനായിരുന്നു. വിജയ് തമ്പിയുടെ സെറ്റിൽ കാലാൾപ്പട എന്ന് പറഞ്ഞ പടത്തിൻ്റെ സെറ്റിൽ ചിലപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ. ആ രഞ്ജിത്ത് ഒരുപാട് ഹിറ്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ ലോഹിതദാസും പത്മരാജനും MGയും കൂടെ കയറിയ ഒരു ഭാരമുണ്ട് രഞ്ജിത്തിനെ കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ശരീരഭാവത്തില്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ അയാളെ ഇഗ്നോർ ചെയ്തും കളഞ്ഞു. ഇയാളെ പോലെ ഒരാളുണ്ട്, ഇനി സംസാരിക്കേണ്ടെന്ന് നമ്മൾ വിട്ടു. അപ്പോൾ ഇങ്ങനത്തെ തമ്പ്രാക്കന്മാർ ഒരുപാട് പേരുണ്ട് അതിൽ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയുള്ള 15 പേര് വിചാരിച്ചാൽ, ഇപ്പം ഞാൻ ചെയ്ത സിനിമയിൽ ഞാൻ കലാഭമണിയെ മാറ്റിയ ആളാണ്. അണ്ടർലൈനിട്ട് കേൾക്കണം, മണി എന്നെയല്ല മാറ്റിയത്, ഞാൻ മണിയെ വെട്ടി മാറ്റി. കാരണം എനിക്ക് പറ്റാത്ത ചില ഡയലോഗ് അടിച്ചാൽ പോടാ എൻ്റെ കയ്യിലേക്ക് കട്ട് ചെയ്ത് വിട്ടു. എന്നോട് നിങ്ങൾ പറഞ്ഞ 15 പേരിൽ ആരെങ്കിലും വിളിച്ചിട്ട് നിങ്ങൾ ആ മണിയെ മാറ്റിയത് ശരിയായില്ല കേട്ടോ, നിങ്ങൾ ലാലിനെ വെച്ചാൽ മണിയെ വെക്കണം എന്ന് പറയുമോ? വിവരം അറിയും. കാരണം ഞാനാ തീരുമാനിക്കണം എൻ്റെ സിനിമയിൽ. അങ്ങനെ നട്ടലില്ലാത്ത ആരെങ്കിലും അവർ ഭീഷണിപ്പെടുത്തുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. രണ്ടാമത്തെ കാര്യം, സുല്ല് മനസ്സിലാക്കേണ്ടത്, സിനിമ എപ്പോഴും വിജയത്തിൻ്റെ കൂടെ നിൽക്കുന്നതാണ്. നിങ്ങൾ വിജയം ഭരിക്കുന്ന സിനിമയുടെ ആളാണെങ്കിൽ നിങ്ങളാണ് തമ്പ്രാക്കൾ. നിങ്ങളുടെ 2 പടം പൊട്ടിയാൽ, അത് മമ്മൂട്ടിയെ നിങ്ങളെടുത്ത് നോക്കൂ, ഒരു ഓണ സമയത്ത് 6 പടം തുടർച്ചയായിട്ട് പൊട്ടി മമ്മൂട്ടി മലയാള സിനിമയിൽ നിന്ന് ഔട്ടായിപ്പോയി. അപ്പോൾ അന്ന് ജോഷി സാർ ചെയ്യുന്ന കലുഡിനിസ് തിരക്കഥ എഴുതുന്ന ജനുവരി ഒരു ഓർമ്മ എന്ന് പറഞ്ഞ പടത്തിൽ മോഹൻലാൽ കൊടൈക്കനാലിൽ അഭിനയിക്കാൻ പോവാണ്. വളരെ വേദനയോടുകൂടി മമ്മൂട്ടി പറഞ്ഞാണ്, നിങ്ങൾക്ക് ഞാൻ പൊളിഞ്ഞെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ മോഹൻലാൽ ഡേറ്റ് ചെയ്യുന്നില്ലേ, നിങ്ങളുടെ ജനുവരി ഒരു ഓർമ്മ ഓടുകയാണെങ്കിൽ നിങ്ങൾ അവരെ കൂടെ പോകും. എൻ്റെ കാര്യം അവതാളത്തിലായി, ഞാൻ തിരിച്ച് ഗൾഫിൽ പോകേണ്ടി വരുമെന്ന് പറഞ്ഞൊരു കാലമുണ്ട്. പക്ഷേ ന്യൂഡൽഹി എന്ന് പറഞ്ഞ ജോഷിയുടെ പടത്തോടു കൂടി വീണ്ടും അയാൾ പൊങ്ങി. അതുപോലെ മോഹൻലാലിൻ്റെ തലമുടി പോയി, മറ്റേ നട്ടലിന് പരിക്കേറ്റ ആശുപത്രിയിലായി എല്ലാം ആയി. ഇനി മോഹൻലാൽ ഇല്ല എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ കൂടെ എർത്തായിട്ട് നടന്ന എന്തിനും ഏതിനും നടന്നവന്മാർ വരെ വലിഞ്ഞളഞ്ഞു. കാരണം മോഹൻലാൽ തീർന്നു. ആ മോഹൻലാൽ തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ല. അപ്പോൾ വിജയങ്ങളുടെ പുറകെ മാത്രമേ സിനിമ നിൽക്കൂ. ആ വിജയ ഘടകങ്ങളിൽ നിൽക്കുന്നവർ അതിനേക്കാൾ വലിയൊരു വിജയം ഉണ്ടാക്കാമോ എന്ന് നോക്കുമോ,
മറ്റുള്ളവൻ്റെ സിനിമയിൽ ആരഭിനയിക്കേണ്ട ഞാൻ കേൾക്കട്ടെ, നിങ്ങൾ 15 ഗുണ്ടകൾ അല്ലെങ്കിൽ 15 ചട്ടമ്പിമാർ ഒരു സംഘടനയെ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഒരു ഫീൽഡിനെ ഹൈജാക്ക് വെച്ചിരിക്കുകയാണെങ്കിൽ അവന് വേണ്ടി ഗുണം ചെയ്യാനല്ലേ നോക്കൂ. അതിന് പകരം നിങ്ങളുടെ പടത്തിൽ ആരഭിനയിക്കണം, ആര് തിരക്കഥ ഞാൻ തീരുമാനിക്കുന്നതിന് പകരം എനിക്ക് കൊണ്ടുപോകാന്നല്ലേ പറയണ്ടേ. ഇവരെ കാണാൻ ചെല്ലുന്നവർക്ക് പോലും ഒരു ഡേറ്റ് കൊടുക്കുന്നില്ല. 33 പടം ചെയ്തുകൊണ്ട് വർഷത്തിൽ ചെയ്തിരുന്നവർ ഇപ്പം ചെയ്യുന്ന 2 പടമില്ലേ, അവരാഘോഷിച്ചല്ലേ എല്ലാവരും സിനിമ ചെയ്യണം. അപ്പോൾ അവർ കണ്ടവൻ്റെ പടത്തിൽ കയറി കൈവയ്ക്കുന്നത് എന്തിനാ? എങ്കിലും നമുക്ക് ഈ റിപ്പോർട്ടിന്റെ ഇപ്പോൾ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു ചർച്ച ആയ പശ്ചാത്തലത്തിൽ നമുക്ക് വീണ്ടും ആ ഒരു റിപ്പോർട്ടിലേക്ക് തന്നെ നമുക്ക് വരാം. താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് സിനിമാ മേഖലയിൽ ഇത്രത്തോളം ഒരു 3-3.5 പതിറ്റാണ്ടോളം അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നു, ഇതിൽ ഉദ്ദേശിച്ച ഈ ഒരു മാഫിയ ഗാങ് അല്ലെ 15 അംഗ അല്ലെങ്കിൽ ഒരു ആളെന്ന് പറയും, എന്തെങ്കിലും ഒരു ഊഹമുണ്ടോ? ഞാൻ 1% പോലും അത് വിശ്വസിക്കില്ല. ഒന്നാമത് സിനിമയിലെ നിങ്ങളെ വെട്ടി എനിക്കങ്ങനെ വളരാമെന്ന് ആലോചിക്കുന്ന ഫീൽഡിൽ ഒരു ഗ്യാങ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുകയില്ല. മോഹൻലാലിനൊരു ഗ്യാങ്, മമ്മൂട്ടിക്കൊരു ഗ്യാങ്, ദിലീപിനൊരു ഗ്യാങ് എന്നുള്ള അല്ലാതെ അവർ ഒന്നാമതിപ്പോൾ ഈ മറ്റേ വണ്ടിയുടെ വന്നതുകൊണ്ടേ അതിനകത്തിരുന്ന് അടുത്ത പ്രോജക്റ്റ് നമുക്കത് ചെയ്യാം. ഗൾഫിൽ പോയി ഷോയിൽ നമുക്ക് എത്ര രൂപ ഉണ്ടാക്കാം, അടുത്ത ഉദ്ഘാടനത്തിന് എത്ര രൂപ വാങ്ങിക്കാമെന്ന് ക്യാരവാനകത്ത് ഒരു ക്യാരവാൻ സംസ്കാരം വന്നതോടുകൂടി ഇവർക്കൊരു ഗ്രൂപ്പില്ല ഒന്നിലും. മറ്റേ സിനിമ സെറ്റിൽ ഷോട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇരുന്ന് പരദൂഷണം പറയുമായിരുന്നു. ഇപ്പോൾ പരദൂഷണം ഇല്ല. ഷോട്ട് അവരവരുടെ ലക്ഷമിട് പോലെ കൊണ്ടിട്ടിരിക്കുകയല്ലേ, അവരവരുടെ ലോകത്തേക്കാണ് കയറിപ്പോട്ടെ. ഇത് രണ്ടാമത്തെ കാര്യം, എനിക്ക് അടുത്ത പടം ഏത് കിട്ടും, എനിക്ക് ഏത് വലിയ സംവിധായകൻ്റെ പടത്തിൽ ചാടിക്കയറാമെന്ന് നോക്കുന്ന അല്ലാതെ നിങ്ങളുടെ കാര്യം ഞാൻ അന്വേഷിക്കുകയില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അതിനിടയിൽ ഈ 15 ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഒറ്റ എണ്ണവും അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികമായി പൊരുത്തം വരില്ല. ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് വന്നതുകൊണ്ട്, അതായത് ഇത്തരത്തിലൊരു അന്വേഷണ കമ്മിറ്റിയെ വെച്ചു, അവരൊരു ഡീറ്റെയിൽ ആയിട്ടൊരു റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ റിപ്പോർട്ടിന്റെ ബേസിൽ മലയാള സിനിമയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? സുനിൽ, സത്യസന്ധമായി തുറന്നു പറയാം, ഇന്ന് രാവിലത്തെ ദേശാഭിമാനി പത്രം കണ്ടപ്പോൾ എനിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി എൻ്റെ പാർട്ടി സഖാവിനോട് പുച്ഛം തോന്നി. മെയിൻ ഹെഡിങ് എന്താണെന്നറിയോ? ഏത് വമ്പനായാലും ശരി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിച്ചകത്തിടും. വാദിയില്ലാതെ പ്രതിയെ പിടിച്ചകത്തിടാൻ ഇങ്ങർക്ക് എവിടെയെങ്കിലും നിയമമുണ്ടോ? ഒരു വാദി വേണ്ടേ, പരാതിക്കാരൻ വേണ്ടേ? പരാതിക്കാരനില്ലാതെ ഇദ്ദേഹം ഏത് കൊലകൊമ്പനായാലും ഞാൻ പിടിച്ചകത്തിടും എന്ന് പറഞ്ഞാൽ ഇങ്ങർക്ക് ആരാ അതിനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത്? ഞാൻ സുനിലിനോട് ഇപ്പോൾ ഇവിടെ വെച്ച് പറയുന്നു, സുനിലെ, ഇന്നലെ വരെ മലയാള സിനിമ എന്തായിരുന്നു, നാളെ മുതൽ മലയാള സിനിമ അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു മാറ്റം ഉണ്ടാവില്ല. എന്ത് മാറ്റം? ഇവർ സ്വയമെങ്കിലും ഒന്ന് അടങ്ങും. കാരണം ഇതുപോലെ ഇനി പഴയ പോലത്തെ പണികൾ കാണിച്ചാൽ നാളാൻ സാധ്യതയുണ്ട്. ഇത് പുറത്തു വരുമെന്നുള്ള ഒരു ഉൾഭയം വേറെ നിയമപരമായിട്ട് എനിക്ക് സുനിലിനോട് പറയാമോന്ന് പറഞ്ഞോ സുനിലെ, ഞാനിന്ന് സംവിധായകൻ TS സുരേഷ് ബാബുവിൻ്റെ മകളുടെ കല്യാണത്തിന് പോകാൻ പറ്റിയില്ല. എനിക്ക് വേറൊരു തിരക്കായിരുന്നു. ബാബുവിന് ഞാനൊരു സഹോദരന്മാരെ പോലെ ബന്ധമുള്ളതാണ്. അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ മകൾക്ക് വീട്ടിൽ വിരുന്നുകൂട്ടുകയായിരുന്നു. എന്നോട് പറഞ്ഞു, ദിനേശേ, ഞാൻ നിന്നെ മാത്രമേ വിളിക്കുന്നു, നീ കല്യാണത്തിന് വന്നില്ല, ഇതിന് വരണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നത് സുനിലെ. ആ ആൾ സംസാരിച്ചത്, അയാൾ അല്പം സെക്സ് കാര്യങ്ങളൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണ്. ഇവിടെ പാൽപ്പായസം എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ബ്ലൂ ഫിലിമൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആളാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് പൂട്ടിയപ്പോൾ അവൾ വേറെ ഏതോ ഒരു പേരിൽ ഇപ്പോൾ ഇറക്കുന്നു. അതിന് ഇയാൾ 298 രൂപ എന്തിനോ അടച്ചപ്പോൾ ആ പൈസ പോയതല്ലാതെ തിരിച്ച് കാണാൻ പറ്റില്ല. ഇയാൾ അവരെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ പറയണമെന്ന് അത് ആ ആളൊക്കെ മാറി ഒരു 298 രൂപ അടയ്ക്കാൻ പാൽപ്പായസത്തിൽ വീണുപോയാണ്. അപ്പോൾ അയാൾ പറയുന്നത്, അയാളെ ഒരു ആൾ പരിചയപ്പെട്ട ഒരു സ്ത്രീയെ അവരുടെ അടുത്ത് വെച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എൻ്റെ മകൾക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് താല്പര്യമുണ്ട്, സിനിമാക്കാരെ ഒരുപാട് ഇവരെ കണ്ടു, ഒന്നും നടക്കുന്നില്ല, താങ്കളൊരു സീരിയലോ ഒരു ടെലിഫിലിമോ എടുക്കുമോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് സീരിയൽ വേണമെങ്കിലും ടെലിഫിലിം വേണമെങ്കിലും എടുക്കാം, പക്ഷേ എനിക്ക് റിട്ടേൺ കിട്ടുമെന്ന് ഉറപ്പില്ലല്ലോ എന്നുണ്ട്. അവരവസാനം പറഞ്ഞ് ഇയാളെ ഒരു ടെലിഫിലിമിലേക്ക് ചാടിച്ചു. നിങ്ങൾ എൻ്റെ മകളെ നായികയാക്കിക്കൊണ്ട് ഒരു ടെലിഫിലിം എടുക്കും. അപ്പോൾ അയാൾ ചോദിച്ചു, എത്ര രൂപ ചിലവാകും? ഒരു 1.5 ലക്ഷം രൂപ ചിലവാകും. അയാൾ പറഞ്ഞു, ഞാൻ 1.5 ലക്ഷം രൂപ ചിലവാക്കിയല്ലേ, എനിക്കതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചു. ഈ വിവരം കെട്ട തള്ള പറയേണ്ടത്, നിങ്ങൾ വേണമെങ്കിൽ എന്നെ ഉപയോഗിച്ചോ എന്നല്ലേ പറയണ്ടേ? അവർ പറഞ്ഞത്, ആ 1.5 ലക്ഷം രൂപ മുതലാക്കാൻ ഞാനൊരു വഴി പറഞ്ഞുതരാം. എന്താ? ആ ടെലിഫിലിം ഷൂട്ടിംഗ് തുടങ്ങുന്നത് തീരുന്നവരെ എൻ്റെ മകളെ വിട്ടുതരാം. ഈ നാട്ടിൽ, അല്ലെങ്കിൽ നമ്മൾ പണ്ട് കൊച്ചു പുസ്തകം വാങ്ങിച്ച് ഒളിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഡ്രോയിങ് ബുക്കിൻ്റെ അകത്ത് വെച്ചിട്ടൊക്കെ വായിക്കുമായിരുന്നു. ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഫോണിലാണ് കാണുന്നതെല്ലാം. ഈ നാട്ടിൽ ഇപ്പോൾ കിട്ടാനൊരു പഞ്ഞവും ഇല്ലാത്ത അവസ്ഥയിൽ ഇവിടെ സ്ത്രീകളെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അബലകളാണ്, ചപലകളാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല സുനിലെ. ഞാൻ പറഞ്ഞില്ലേ, ഈ അമ്മ പറഞ്ഞാൽ മനസ്സിലാക്കാം. അമ്മ പറയാണ്, അവളെ ഞാൻ ഷൂട്ടിംഗ് തുടങ്ങി തീർന്നവരെ നിങ്ങൾക്ക് വിട്ടേ, ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അയാൾ എന്താ പറഞ്ഞു, സാർ റെക്കോർഡ് ചെയ്ത് വെച്ചോ. അങ്ങനെയുള്ള അമ്മമാരും
മഞ്ജു വാര്യരാക്കാൻ വേണ്ടി മോളെ കണ്ണാടിയിൽ മുഖം നോക്കി മഞ്ജു വാര്യരാവാൻ യോഗ്യത ഉണ്ടോ എന്ന് പോലും നോക്കാതെ അമ്മയും മകളും വേണമെങ്കിൽ എന്തിനും സഹകരിക്കാമെന്ന് പറയുന്നവരുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഫ്രീ സെക്സിന് യാതൊരു മറയുമില്ലാത്ത, നിങ്ങൾ മറൈൻ ഡ്രൈവിലേക്ക് കാഴ്ച ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. ഇവിടെ കനകുന്ന് കൊട്ടാരത്തിൽ എന്താണ് പകൽ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ നാട്ടിൽ സ്ത്രീകൾക്ക് നിവൃത്തിയില്ല. എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയാമോ, ഞാൻ അവസാനമായി വർക്ക് ചെയ്തത് സംവിധായകനായ ശേഷം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതാണ് ശ്രീകുമാരൻ തമ്പിയുടെ അമ്മയ്ക്കൊരു താരാട്ട്. ആ സീരിയലിൽ ആ സിനിമയിലെ നായിക ശാരദാമ്മയാണ്. അന്ന് ഹേമ കമ്മിറ്റി വന്നിട്ടില്ല. അവർ ഈ കമ്മിറ്റിയിൽ ഇരുന്നുകൊണ്ട് 40 വർഷമായിട്ട് മലയാള സിനിമയിൽ അന്തസ്സായിട്ട് എന്തൊരു മാന്യായ സ്ത്രീ എന്നറിയാം. ആ സ്ത്രീയോടെ ഉള്ളൊരു കമ്മിറ്റി മൊഴിയെടുക്കുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 50 വർഷമായിട്ട് മൂത്രം ഒഴിക്കാനുള്ള സൗകര്യം തരുന്നില്ല എന്ന് പറയുമ്പോൾ ശാരദാമ്മയെങ്കിലും ചോദിക്കണമായിരുന്നു. വിവരക്കേട് പറയരുത്, ഞാൻ 40 വർഷമായിട്ട് മൂത്രം ഒഴിച്ചിടത്ത് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അല്ല, ഇപ്പോൾ ആളന്തരം നോക്കിയെന്നൊരു ഇവിടുത്തെ നിങ്ങളുടെ സ്ഥാപനത്തിൽ ആളന്തരം നോക്കൂലേ? അവർ പറയുന്നത് മഞ്ജു വാര്യർക്ക് കാരവാൻ കൊടുക്കുന്നു, ഞങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ കാരവാൻ തരുന്നില്ല എന്ന് ഈ ആൾക്കൂട്ടത്തിൽ വന്ന് സംസാരിക്കുന്നവർ കൊടുക്കണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. സുനിലേ, ഞാൻ പുറപ്പാടെന്ന് പറഞ്ഞ പടം വർക്ക് ചെയ്ത ഇടുക്കി മൂലമറ്റത്തായിരുന്നു. 400-ലധികം പെൺകുട്ടികളുണ്ടായിരുന്നു ആ സിനിമയിൽ. 40 ദിവസം മഞ്ഞളാംകുഴി അരി പ്രൊഡ്യൂസ് ചെയ്ത പടത്തിൽ. അതിൽ അമ്മയുടെ പ്രായമുള്ളവർ, ചേച്ചിയുടെ പ്രായമുള്ളവർ, മകളുടെ പ്രായമുള്ളവർ, 3 വയസ്സൊക്കെ ആയ കുട്ടികൾ വരെയുണ്ട്. കാരണം ഒരു ഉരുൾപൊട്ടി ഒരു ഗ്രാമത്തിൽ നിന്ന് വേറൊരു ഗ്രാമത്തിലേക്കുള്ള പലായനമാണല്ലോ. ഞാൻ അവരെ ഞാൻ ഈ സിനിമയിൽ മാന്യത പഠിച്ചത് ആ പടം വർക്ക് ചെയ്തുകൊണ്ടാണ്. കാരണം അതിൽ പാർവതിയെയും സിത്താരയെയും മോളെ എന്നാണ് ജേസി സാർ വിളിക്കണത്. അതുപോലെ തന്നെയാണ് ഈ കാളവണ്ടിയിൽ തള്ളിക്കൊണ്ടുപോകുന്ന 125 രൂപയ്ക്ക് അഭിനയിക്കാൻ വന്നിരിക്കുന്ന പെൺകുട്ടിയെയും സാർ വിളിക്കുന്നത്. ഞാൻ ആ കളരിയിൽ നിന്നാണ് പഠിച്ചത്. അതുകൊണ്ടായിരിക്കണം ഞാൻ ഇന്നുവരെ സുല്ലേ കണ്ണുകൊണ്ട് പോലും സെക്സി ആയിട്ടൊരു പെൺകുട്ടിയെ ഞാൻ എൻ്റെ സിനിമ സെറ്റി നോക്കിയിട്ടില്ല. അങ്ങനെയുള്ള ഡയറക്ടർമാരും സിനിമാ പ്രവർത്തകരും ഒക്കെ ഉണ്ട്. എന്നാൽ ഇതിനു വേണ്ടി തന്നെ, ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ പടം പിടിക്കാൻ ഇറങ്ങി വരുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ സിനിമാ മേഖലയിൽ ഇന്നല്ല സിനിമ തുടങ്ങിയ കാലം മുതലുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താ അറിയോ? ഇപ്പോൾ വലിയ വലിയ നിർമ്മാതാക്കൾ ഇല്ലല്ലോ. ഇപ്പൊ ജൂബിലി ജോയി സിനിമ എടുക്കുന്നു, സാജൻ വർഗീസ് സിനിമ എടുക്കുന്നില്ല, അരവമണി മരിച്ചുപോയി, അദ്ദേഹം എത്ര കാലമായിട്ട് സിനിമ എടുക്കാതിരുന്നിട്ടില്ലേ മരിച്ചേ. മധുസാർ സിനിമ എടുക്കുന്നില്ല, ഉദയ സിനിമ എടുക്കുന്നില്ല, മെർലാൻഡ് എടുക്കുന്നില്ല, എല്ലാം പോയല്ലോ. ഇപ്പോൾ പെട്ടിയും തൂക്കി വരുന്ന ഗൾഫിൽ നിന്ന് വരുന്നതിൽ ഭൂരിപക്ഷം പേർക്കും അവരുടെ എയിം എന്ന് പറയുന്നത് ഞാൻ പൈസ മുടക്കാം, പകരം എനിക്ക് എന്ത് റിട്ടേൺ കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. എനിക്ക് അതിലെ നായിയെ കിട്ടുമോ, മറ്റുള്ള കിട്ടുമോ, മറിച്ചുള്ള കിട്ടുമോ എന്നാണ് കേൾക്കുന്നത്. അത് ഞാൻ ഒരു എപ്പിസോഡ് എൻ്റെ ചാനലിൽ ചെയ്തിരുന്നു. നിങ്ങൾ വ്യഭിചരിക്കാനാണ് വരുന്നതെങ്കിൽ 10 ലക്ഷം രൂപയായിട്ട് മദ്രാസിൽ പോയാൽ മതിയെന്നേ. ഈ 3 കോടി കൊണ്ട് കളയുന്നതിന് 10 ലക്ഷം രൂപ കൊണ്ട് മദ്രാസിൽ പോയാൽ നിങ്ങൾ ഇഷ്ടമുള്ളവരുടെയൊക്കെ പറഞ്ഞാൽ എന്നെ അവിടെ ഏജൻറ്റുമാരുണ്ട്, അവരുടെ പറഞ്ഞാൽ അവർ ആളിനറുടെയൊക്കെ തരും. നിങ്ങളൊരു മുന്തിയ ഹോട്ടലിൽ ഒരു റൂം എടുത്തിട്ട് നിങ്ങളൊരു റൂം എടുത്ത് മരി പൊട്ടനെ പോലെ താമസിച്ചാൽ മതി. ഇത്ര മണിയാകുമ്പോൾ അപ്പുറത്തെ റൂമിൽ ചെന്നാൽ മതി. നിങ്ങൾ എന്തിനീ 3 കോടി 5 കോടി കൊണ്ടൊന്ന് സിനിമ കളയണേ? പക്ഷേ ഒരുപാട് പൊട്ടന്മാർ പെണ്ണുങ്ങൾക്ക് വേണ്ടി സിനിമ എടുക്കുന്നവരുണ്ട്, ഇവിടെ ഉണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പ്രോഗ്രാം ചെയ്തു. അമേരിക്കയിൽ നിന്ന് ഒരു നരച്ച കളവൻ നമ്മളെ വെള്ളാപ്പള്ളി നടേശൻ്റെ നാട്ടിൽ ചെന്ന് ലോകത്തുള്ള പെമ്പിള്ളരെ മുഴുവൻ വിളിച്ച് വ്യഭിചരിച്ച് സിനിമ എടുക്കാൻ എന്ന് പറഞ്ഞു, വെബ് സീരിയൽ എന്ന് പറഞ്ഞ് അയാളും ഒരു ക്യാമറമാനും കൂടെ വ്യഭിചാരമായിരുന്നു. ആ വിവരം കണിച്ചുകുളങ്ങര പോലീസ് സ്റ്റേഷനിൽ ഒരാൾ അറിയിച്ചപ്പോൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞാൽ അവിടുത്തെ സർക്കിൾ അവിടുത്തെ പറ്റൂരിക്കാരനാണ്, ഏത് ഈ ഷൂട്ട് സ്ഥലത്തെ. ഈ പരാതിക്കാരൻ എന്ത് ചെയ്യുന്നറിയോ, അവിടുത്തെ കമ്മീഷണർക്കൊക്കെ ഒരു വനിതയായിരുന്നു, അവർക്ക് കൊടുത്തു. അവരുടെ പറഞ്ഞു ഈ CI അതിൽ മുങ്ങി നടക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണോ? ഞാൻ അന്വേഷിക്കാം, നിങ്ങൾ ആരുടെയും ഇനി പറയരുതേ, ഞാൻ നോക്കാം. ആ സ്ത്രീ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. കേരള ഞാൻ കേട്ടെ. ഇപ്പം ഞാൻ നേരത്തെ പാൽപ്പായസം നിങ്ങളുടെ പറഞ്ഞില്ല, ഒരു പെണ്ണാണത് ഡയറക്റ്റ് ചെയ്യുന്നത്. നൂലും മണിയും ഇല്ലാതെ ഒരു ആണിനെയും ഒരു പെണ്ണിനെയും ഇട്ട് ബ്ലൂ ഫിലിം ഷൂട്ട് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഈ പാൽപ്പായസങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു പെണ്ണാണ് എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഞാൻ തുറന്നു പറയുന്നു, എൻ്റെ ഗുരുനാഥൻ എന്ന് ഞാൻ ബഹുമാനത്തോടെ കാണുന്ന ഹരികുമാറിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി വിജയാറ്റി കളി കിടക്കുമ്പോൾ ഈ പെണ്ണ് കൊണ്ടൊന്ന് റീത്ത് വയ്ക്കുന്നത്, അയാളുടെ ആത്മാവിന് ശാന്തി കിട്ടുമോ? അവൾ സംവിധാനം പഠിച്ചത് അത് ബ്ലൂ ഫിലിം എടുക്കാൻ പഠിച്ചത് നാഷണൽ അവാർഡ് കിട്ടിയ ഹരികുമാറിൻ്റെ ഇന്ന്. അവളെ ഇവിടുത്തെ ഏതെങ്കിലും സൈബർ വിങ്ങുകാർ ആരെങ്കിലും പൊക്കിയിട്ടുണ്ടോ? നേരെ മറിച്ച് ഞാനോ സുനിലോ അല്പം ഒരു അശ്ലീല പദപ്രയോഗം നടത്തിയ പിറ്റേ ദിവസം രാവിലെ ഏമാമാർ വിളിക്കില്ലേ? ആ പെണ്ണിനെ എന്താ അറസ്റ്റ് ചെയ്യാത്ത? ചെയ്യണ്ടേ? കേന്ദ്ര ഗവൺമെൻറ് നിയമം കൊണ്ടുവന്ന് ഇപ്പോൾ യൂട്യൂബിലെ 22 ചാനലെന്തോ ബ്ലോക്ക് ചെയ്തു. കേരളത്തിൽ നിന്ന് ഒരൊറ്റ ചാനലാണ് ബ്ലോക്ക് ചെയ്തത്, ഈ പാൽപ്പായസം എടുക്കണ യസ്മ എന്ന് പറഞ്ഞ ചാനലിനെ മാത്രമാണ് ബ്ലോക്ക് ചെയ്തത്. അവൾ വേറൊരു പേര് യസ്മ പാൽപ്പായസം പോയി അവൾ കടൽ പായസം തുടങ്ങും. ഈ നാട്ടിൽ ഇതൊക്കെ ഇവിടെ നടക്കുകയാണെന്നേ. പക്ഷേ എന്നിട്ട് കേരളത്തിലെ സിനിമാക്കാരൻ എന്ന് പറഞ്ഞാൽ, മലയാള സിനിമാക്കാരൻ എന്ന് പറഞ്ഞാൽ രാവിലെ കുളിച്ച് ചന്ദന കുറിയിട്ട് രാവിലെ ബലാത്സംഗത്തിന് ഇറങ്ങുന്നവനാണ് ഇപ്പോൾ. സത്യം പറഞ്ഞാൽ ഇനി എങ്ങനെ നാണത്തോടെ നമ്മൾ സംസാരിക്കും? ഇപ്പോൾ പാൻ ഇന്ത്യൻ സിനിമ പോലെ നമ്മളെ ഇന്ത്യ മുഴുവൻ ഇപ്പം മലയാള സിനിമ കാണിക്കുകയാണ്. ഇപ്പോൾ ഒരു കടുത്ത, അതായത് ഇപ്പൊ മലയാള സിനിമയിൽ മാത്രമല്ല എല്ലാ സിനിമാ മേഖലകളിലും, അതായത് ഒരു പരിധിയിൽ കവിഞ്ഞ ഒരു താരാരാധന.
അത് ഈ അതല്ലേ ഒരു പരിധി വരെ ഇവരെ ഈ ഒരു വേറൊരു തരത്തിലേക്ക് ആക്കുന്നത്? ഇല്ല സുല്ലേ, നാഗേശ്വർ റാവുവിന്റെ കാലം മുതൽ, അല്ലെങ്കിൽ രാജ്കുമാറിന്റെ കാലം മുതൽ, നമ്മുടെ NT രാമറാവുവിന്റെ കാലം മുതൽ, MGRന്റെ കാലം മുതൽ, ശിവാജി ഗണേശന്റെ കാലം മുതൽ, നസീർ സാറിന്റെയും മധു സാറിന്റെയും തെക്കുറിശിയുടെയും കാലം മുതൽ ജീവിത നവക പോലെ ഒരു സൂപ്പർ ഹിറ്റ് പടം ഉണ്ടായിട്ടില്ല. ആദ്യത്തെ സൂപ്പർ സ്റ്റാർ തെക്കുറിശിയാണ്. 5 ഭാഷയിൽ പോയ സിനിമയിൽ. ഞാൻ പറഞ്ഞ താരാരാധന അന്നും ഉണ്ടെന്നേ, അത് തുടരുന്നു. അതിനൊരു മാറ്റം, അതായത് ആ ഒരു റിയാലിറ്റി ഒന്ന് ആ കാലഘട്ടത്തിൽ, അതായത് മനുഷ്യരുടെ ഒരു ഇന്റലക്ച്വൽ ലെവലും കാര്യങ്ങളും എല്ലാം ആ ലെവലിലായിരുന്നു. ഇന്ന് ഈ ഒരു അഭിനേതാക്കൾ ഇവരും മറ്റൊരു തൊഴിൽ പോലെ തന്നെ ചെയ്യുന്നവരാണ്. അഭിനേതാക്കളാണ് എന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു സമയമായി. അതിനെ ഇങ്ങനെയാണ് ഞാൻ അതിനെ വേറെ രീതിയിലാക്കാൻ, ഡെഡിക്കേറ്റഡ് അല്ല ഇപ്പോഴത്തെ ഉള്ളവർ. 5 പടത്തിൽ നിന്ന് നമുക്ക് 50 കോടി ഉണ്ടാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു തന്നെ പ്രേമിച്ച് കെട്ടി അമേരിക്കയിൽ പോകാൻ പറ്റുമെന്ന് മാത്രം ഇപ്പോഴത്തെ നായികമാർ ആലോചിക്കും. ഒരു നായകൻ ആലോചിക്കുന്നത് ഞാനൊരു 10 പടം കൊണ്ട് എങ്ങനെ എനിക്കൊരു കോടീശ്വരനാവാം. കാരണം ഒരു പടം ഓടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഓടിക്കഴിഞ്ഞാൽ അതിൽ പിന്നെ നിർമ്മാതാവ് തന്നെ നായകനായതുകൊണ്ട് കൂട്ടൂല. അല്ലായെങ്കിൽ അവൻ അപ്പം തന്നെ ഒരു പടം 50 ദിവസം ഓടിയാൽ അപ്പം തന്നെ അവൻ, അല്ലെങ്കിൽ OTTക്ക് ഇത്ര ലക്ഷത്തിന് വിറ്റു, ഇത്ര കോടിക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ അപ്പം അവൻ റേറ്റ് മാറ്റിയല്ലേ. ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ വന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ നേട്ടവാക്കാണ് ഇത്. ഏതെങ്കിലും കാരണവശാൽ സർക്കാരിന്റെ ഒരു ടാക്ടീസ് ആയിരുന്നു, ഏതെങ്കിലും കാര്യത്തിൽ നിന്നൊരു ശ്രദ്ധ തിരിക്കലോ, അല്ലെങ്കിൽ ഇതിന്റെ ശരിക്കൊരു ഈ റിപ്പോർട്ട് പുറത്തുവിട്ടതിലൂടെ ഇതിന്റെ യഥാർത്ഥ ഗുണഭോക്താവ് ആരാണ്? ഏതെങ്കിലും നടന്മാർക്ക്, ഏതെങ്കിലും സൂപ്പർ നടന്മാർക്ക് ഇതിന്റെ പ്രയോജനം ഉണ്ടാകുമോ? അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് നേട്ടമുണ്ടാകുമോ? അതോ സർക്കാരിനാണോ നേട്ടമുണ്ടാകുമോ? ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പറയണം താങ്കൾ വിചാരിക്കേണ്ട. സർക്കാരിന് ഇതൊരു പുലുവാലായിരുന്നു. ഇത് പുറത്തുവിട്ടപ്പോൾ ആശ്വാസമായി എന്ന് തോന്നിക്കാണും. കാരണം വിവരാവകാശ കമ്മീഷനിൽ പരാതി, ഹൈക്കോടതിയിൽ പരാതി, പരാതികളോട് പരാതി. പക്ഷെ അവർക്കിത് പുറത്തുവിടാൻ പാമ്പിനെ പിടിച്ച കുരങ്ങന്റെ അവസ്ഥയായിപ്പോയി. വെറുതെ WCCക്കാർ ചെന്ന് ഒരു പരാതി കൊടുത്തപ്പോഴേ, പക്ഷേ 4 കൊല്ലം എന്തുകൊണ്ട് അടയിരുന്നു എന്നൊരു ചോദ്യവും എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ വിട്ടു? ഇപ്പോൾ പുറത്തു വിട്ടെങ്കിലും ഇതിനകത്ത് ഒരു വിവരവും ഇല്ലാതെ. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ നടിയെ ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ WCC ഉണ്ടാവുന്നത്. അവരുടെ ആ ഹൈപ്പ് സമയത്ത് 10-30 പെണ്ണുങ്ങൾ തലയിൽ കണ്ണടയും വെച്ച് ചെന്ന് മുഖ്യമന്ത്രിയുടെ ക്യാബിനിൽ കയറിയപ്പോൾ അങ്ങനെ കൺട്രോൾ പോയി. അവരെ സുഖിപ്പിക്കാനായിട്ടാണ് പുള്ളി ഒരു കമ്മീഷൻ വയ്ക്കാന്ന് പറഞ്ഞത്. ആ കമ്മിറ്റി വെക്കുമ്പോൾ ഇങ്ങനെ ഇന്നത്തെ സ്വപ്നത്തിൽ പോലും പുള്ളി ചിന്തിച്ചതല്ല. പുള്ളി ഒരു കമ്മിറ്റി വെക്കുന്നു, ഹേമ കണ്ടില്ലേ കമ്മിറ്റി വെച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ആളാകാൻ നോക്കി. പക്ഷെ അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിച്ചു. ശരിക്ക് ആ കോവിഡ് ടൈമിലാണെങ്കിൽ പോലും ഒരു വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് എന്ന് വേണം നമ്മൾ കരുതാൻ. പിന്നെ സാധാരണ കമ്മീഷനുകളെ കൊണ്ടുപോകുമ്പോൾ ഇവർ വളരെ സ്പെസിഫിക്, വളരെ ഇവർ 3 പേരും ഇവിടെ മസ്കറ്റ് ഹോട്ടലിൽ താമസിച്ചിട്ടേ ഇവർക്ക് ഇത് തന്നെ ജോലി, ഓരോരുത്തരെ വിളിച്ചു വരുത്തുക, കമ്പികഥ കേൾക്കാറില്ല. ഇതല്ല ഞാൻ പറയുന്നത്. ഒരു നടനും ഇതിൽ നിന്നൊരു ഗുണം ഉണ്ടാവില്ല, ഗുണഭോക്താവില്ല. പക്ഷേ മരിച്ചു ജീവിക്കുന്ന പോലെ കിടക്കുന്ന WCC എന്ന് പറഞ്ഞ ആ സംഘടനയ്ക്ക് ഈ വിധി പുറത്തുവിട്ടതുകൊണ്ട്, ഈ റിപ്പോർട്ട് പുറത്തുവിട്ടതുകൊണ്ട് അതിൻ്റെതായ മൈലേജോ, കാരണം ഇങ്ങനൊരു സാധനം ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കാൻ പറ്റി. അവരുടെ പെണ്ണുങ്ങളെല്ലാം ഇറങ്ങി ചാനലിലെ കണ്ടില്ലേ, പത്രങ്ങളിലൊക്കെ അടിക്കുന്ന വാചകങ്ങൾ കേട്ടില്ലേ. അവർക്കല്ലാതെ WCCക്ക് അല്ലാതെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണവും ആർക്കും ഉണ്ടാവും. അതുപോലെ ഈ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിദാനമായ ഒരു സംഭവം മലയാള സിനിമയിൽ ഉണ്ടായി. ആ വിഷയത്തിൽ ഇന്ന് എന്ത് സംഭവിച്ചു? അതായത് ആ ഇരയെ സംബന്ധിച്ചിടത്തോളം ആ ഇര ഇന്നും ഇതേപോലെ കോടതിയിൽ തോറും കയറി ഇറങ്ങുന്നത്. അവർക്കൊരു യഥാർത്ഥ സൊല്യൂഷൻ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷൻ ഉണ്ടാകുകയോ ആ ഇരയ്ക്ക് ഒരു നീതി കിട്ടുകയോ കിട്ടിയിട്ടുണ്ടോ? ഞാൻ ആ ചർച്ചയിൽ 118 മണിക്കൂർ ചർച്ച ചെയ്ത ആളാണ്. 118 ദിവസം ചർച്ചയിൽ പോയ ആളാണ് ഞാൻ. സുനിൽ പറഞ്ഞ നേരെ തിരിച്ചാ പറയണേ. ഇപ്പോൾ ആ വിധി വരാൻ ഒരാൾക്ക് മാത്രമേ താല്പര്യമുള്ളൂ. ആ വിധി വന്നാൽ എനിക്ക് ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്കട്ടെ, രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ. പക്ഷേ എൻ്റെ ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്താതെ സേവ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരാളേ ഉള്ളൂ, അത് ദിലീപാണ്. ആ വിധി വരരുത് എന്നാണ് ബാക്കി എല്ലാവരും ചിന്തിക്കുന്നത്. വിധി വരരുത്. കാരണം വിധി വന്നാൽ നമ്മുടെ കച്ചവടം തീർന്നില്ലേ. മറ്റേ ഒന്നുമില്ലെങ്കിലും കൂടെ ഇങ്ങനെ മറിച്ചും തിരിച്ചു വിട്ട് കഴിഞ്ഞ നിങ്ങളാണ് 8 വർഷമായിട്ടേ 8 വർഷം കൊണ്ട് സുപ്രീം കോടതി 3 പ്രാവശ്യം 4 പ്രാവശ്യം അന്ത്യശാസനം കൊടുത്തിട്ട് അതുപോലും വകവയ്ക്കാതെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ്. എനിക്ക് തോന്നുന്നു ആ കേസ് പ്രധാനമായിട്ട് അന്വേഷിച്ച ബൈജു പൗലോസ് പെൻഷൻ ആകുന്നതുവരെയും അതിൻ്റെ വിധി വരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിങ്ങനെ നീണ്ടു പോകും. ആർക്കും താല്പര്യമുണ്ടോ? ഈ ദിലീപ് എന്ന് പറഞ്ഞ ചില വേണ്ടപ്പെട്ട സമയത്ത് എടുത്ത് അലക്കാൻ പറ്റാവുന്ന അങ്ങനെ അലക്കല്ലെന്ന് പറഞ്ഞാൽ അവൻ കോടതി പറയും അലക്കട്ടെ, അപ്പായിഷ് പോകും. പിന്നെ നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറയാം. 28 ദിവസമായിട്ടായി ആ അർജുൻ എന്ന് പറഞ്ഞൊരു പയ്യൻ ഒരു ലോറിയുമായിട്ട് കർണാടകയിൽ മണ്ണിനടിയിൽ പോയിട്ട്, വെള്ളത്തിനടിയിൽ പോയിട്ട്. ഇപ്പൊ ആരെങ്കിലും ചർച്ച ചെയ്യുന്നു?
ആ വിഷയം വിസ്മൃതിയിലായി. വയനാട്ടില് മുല്ലപ്പെരിയാറിലെ വയനാട്ടിലെ 400ഓളം പേരെ കണ്ടില്ല എന്ന് പറഞ്ഞു മണ്ണിനടിയിൽ. ആരെങ്കിലും ഇപ്പൊ ചർച്ച ചെയ്യുന്നു? മുല്ലപ്പെരിയാറില് പി ജെ ജോസഫ് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമല്ലോ, എന്റെ കൈ പൊക്കാക്കണില്ല, എനിക്ക് രാത്രി ഉറങ്ങാക്കണില്ല, ഞാൻ മാനസിക രോഗിയായി മാറാൻ, ഡാം പൊട്ടും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 8 വർഷം കഴിഞ്ഞു. മുല്ലപ്പെരിയാർ ഇഷ്യൂ ഇപ്പൊ വലിയ തലവേദനയായി വന്നുകൊണ്ടിരിക്കുമ്പോ അതുപോലെ ഓണം വരുന്നു, ഓണവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശമ്പളം കൊടുക്കണം, ബോണസ് കൊടുക്കണം, ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ 3 ദിവസമായിട്ട് ഞാൻ എന്റെ വീട്ടിൽ സിന്ധുവിനോട് പറഞ്ഞത് വാർത്ത വയ്ക്കരുത്. എന്താണെന്ന് വെച്ചാൽ നീ TV യിൽ നിന്ന് ഗർഭിണിയാവും, വയ്ക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ വയ്ക്കില്ല, അവളും വയ്ക്കില്ല, ഞങ്ങൾ വാർത്ത കാണില്ല. കാരണം എന്റെ പൊന്ന് സുല്ലേ, അവതാരക പെണ്ണുങ്ങൾ കിടന്ന് ചാടുന്ന കണ്ടല്ലേ, വാർത്ത വായിക്കണമെന്ന് അവർക്ക് തോന്നുന്നില്ല. ഈ ഷോക്കടിച്ച കുരങ്ങനെ പോലെയാണ് കിടന്ന് ചാടണേ. എന്തൊക്കെയാന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ ഈ സിനിമാ മേഖലയിൽ നടക്കുന്നതിന്റെ 4 ഇരട്ടിയല്ലേ ഈ ചാനൽ മേഖലകളിൽ. നിങ്ങളുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ഏത് ചാനലിൽ ICC ഉണ്ട്, ഇന്റേണൽ കമ്മിറ്റി, കംപ്ലൈന്റ് കമ്മിറ്റി ഏത് ചാനലിലുണ്ട്? എത്ര വലിയ ചാനലുകളിൽ നിന്ന് എത്ര പെൺകുട്ടികളെ കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോയില്ലേ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട്. ഇവിടെ എന്താ പിണറായി വിജയൻ അത് അന്വേഷിക്കാത്ത? പത്രക്കാരായോണ്ടാണോ അന്വേഷിക്കാത്ത? അവർക്ക് ഇതിന്റെ റൈറ്റ് ഉണ്ടോ അങ്ങനെ പീഡിപ്പിക്കാൻ? ഒരു പത്ര ചാനലിലും കരഞ്ഞ പെണ്ണിന് വേണ്ടി ആരും വാദിച്ചിട്ടില്ല. ഇവിടെ ചാനലുകാരന്മാർ, എനിക്ക് സത്യം പറഞ്ഞ ഈ പെണ്ണുങ്ങളെ കണ്ടപ്പോൾ പേടി തോന്നി കേട്ടോ. ഈ ഭദ്രകാളികൾ തുള്ളും പോലെയാണ് വാർത്ത വായിക്കുന്നവർക്ക്. ഞാൻ വാർത്ത വായിക്കാതിരിക്കുന്ന അവതാരക എന്നുള്ള ബോധം പോലെ പോയി. എടാ നാണമില്ലടാ അമ്മേ, സിദ്ദിഖേ, ചെറ്റേ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതിന് വലിയ തമാശ ഇപ്പം നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന സംഭവമാണ്. അതായത് ഒരു കുപ്രസിദ്ധ ഒരു ഡബ്ബിംഗ് തൊഴിലാളി, ഇവരാണ് ഈ സ്ത്രീകളുടെ മൊത്തത്തിലുള്ള സംരക്ഷണത്തിന്റെ ഹോൾസെയിൽ എടുത്തിട്ട് ചാനലുകളിൽ, അതായത് ഈ ചാനൽ മുതലാളിമാരുമായിട്ടുള്ളൊരു ധാരണയാവാം, ഇവരാണ് സ്ത്രീത്വത്തിന്റെ പ്രതീകം കേരളത്തിലെ, ഇവരാണ് സ്ത്രീത്വം, ഈ എന്താ പറയുന്നത്, സ്ത്രീകളുടെ സംരക്ഷണം അവസാന വാക്ക്. ചാനലുകളിൽ വന്നിരുന്ന് ഇവർ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ഇതുപോലൊരു പതിവ്രതയും പരിശുദ്ധയുമായ ഒരു സ്ത്രീ ഉണ്ടോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. അതെ, മനസ്സിലായില്ലേ? ചാനലുകാർക്കും അത്തരക്കാരെയാണ് ആവശ്യം. ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ആണെങ്കിലും ഉയർത്തിയിരിക്കുന്ന മലയാള സിനിമയിലെ പോരായ്മകൾ എന്ന് പറഞ്ഞു ചൂണ്ടിക്കാണിക്കുന്ന ഇഷ്യൂ, ഇതിനകത്തൊരു മാഫിയ ഗാങ് ഉണ്ട്, വേർതിരിവുണ്ട്. നടന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ കരിമ്പട്ടയിൽ പെടുത്താൻ പറ്റും. ലൈംഗികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലുമുള്ള ചൂഷണങ്ങളുണ്ട്. അതുപോലെ അവർക്ക് വളർത്താം, തളർത്താം. അന്നേരം ഇങ്ങനെയൊക്കെയുള്ള 100 കണക്കിന് പോരായ്മകൾ പറയുന്നുണ്ട്. അന്നേരം ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൻ്റെ ബേസിൽ, ഈ റിപ്പോർട്ടും കൊണ്ട് മലയാള സിനിമയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഈ പറയുന്ന വിഷയങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മാർഗം? ഈ റിപ്പോർട്ട് എല്ലാവർക്കും ഒരു അവയർനെസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തത്, ഒരു ചെറിയ പേടി എല്ലാവരുടെ മനസ്സിലുണ്ടാവും. പഴയതുപോലെ കുത്തഴിഞ്ഞ് നടന്നാൽ ചട്ടിയിലാവും എന്നുള്ളൊരു പേടി വരാം. പിന്നെ ഈ പറയുന്നില്ലേ, ഇപ്പം നമ്മുടെ അലൻസീർ ഒരുപാട് കേസുകളിൽ പെട്ടപ്പോഴേ വേണമെങ്കിൽ അലൻസീറിനെ മാറ്റി നിർത്താമല്ലോ. പക്ഷെ അയാളെ കൂടെ ചേർക്കുകയാണ് ചെയ്തത്. അയാൾ തിരുത്തട്ടെ എന്ന് പറഞ്ഞാൽ അയാളുടെ ഗ്യാങ്ങിലുള്ള സിനിമകളിലെല്ലാം അയാളുണ്ടായിരുന്നു, സജീവമാണ്. അപ്പം ഞാൻ പറയുന്നത്, പിന്നെ അതുപോലെ തന്നെ ഈ സ്ത്രീകളുടെ പീഡനം, സത്യം പറഞ്ഞാൽ എനിക്ക് പണ്ടത്തെ പറഞ്ഞാലേ 5ാം ക്ലാസ് വരെ പഠിക്കാത്ത വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് വന്നവരൊക്കെയാണ് ആദ്യകാലത്തെ സിനിമാ നായികമാരെല്ലാം. ഒരാൾ പോലും ഇല്ല അല്ലാത്ത. വേണമെങ്കിൽ നമുക്ക് മാറ്റി നിർത്താവുന്ന വിധുബാലെ മാത്രമാണ്. ഒരു വലിയ കുടുംബത്തിൽ പിറന്ന, അമ്പാട്ടം എന്ന് പറഞ്ഞ വലിയ കുടുംബത്തിൽ പിറന്ന, ഇന്ത്യയിലെ ഏറ്റവും വലിയ മജീഷ്യനായ ഭാഗ്യനാഥിൻ്റെ മകളാണ്, പ്രൊഫസർ ഭാഗ്യനാഥിൻ്റെ മകളാണ്, മധു അമ്പാട്ടിൻ്റെ അനീത്തിയാണ്. അവരെ ഒഴിച്ച് ബാക്കി എല്ലാം ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നുപോയ പാവങ്ങളാണ്, ഹതഭാഗ്യരാണ്. പക്ഷെ ഇപ്പം അതല്ല സുല്ലേ, എല്ലാം വിദ്യാഭ്യാസമുള്ള, നല്ല കാശ് സമ്പാദിക്കുന്ന വീടുകളിലുള്ള നല്ല പിള്ളേരാണ് സിനിമയിലെ നായികമാരെല്ലാം. നിങ്ങൾ മോശം അർത്ഥത്തിലൊരു നോട്ടം നോക്കിയാൽ ചിലപ്പോൾ ചെരുപ്പൂരി ചവിട്ടിലടിച്ചു തരും. അങ്ങനത്തെ ചങ്കൂറ്റമുള്ള പെൺപിള്ളേരാണുള്ളത്. അതുപോലെ തന്നെ എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഞാൻ എനിക്കിഷ്ടമുള്ള ആളിൻ്റെ കൂടെ രാത്രി കിടക്കുമെന്ന് പറയാൻ പോലും മടിയില്ലാത്ത പിള്ളേരുള്ള കാലമാണ്. അവിടെ ഈ ഞരമ്പ് വർത്താനങ്ങളൊക്കെ ഉണ്ട് എന്ന് അടി വാങ്ങിച്ച് പീസാവും എന്നുള്ള, അല്ലാതെ ഒന്നും സംഭവിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിലും ഈ നിരന്തരമായ ചർച്ചകളും നമ്മൾ എന്തെങ്കിലും അപമര്യാദയായി പെരുമാറിയാൽ പുറം ലോകം അറിയുമെന്നുള്ള പേടി വന്നു. അതിപ്പോൾ ഈ യൂട്യൂബൊക്കെ വന്നപ്പോഴേ മിനിറ്റ് കൊണ്ട് സാധനം പുറത്തേക്ക് വരില്ലേ. അതുപോലെ റെക്കോർഡ് ചെയ്യാവുന്ന എന്തെല്ലാം സംവിധാനങ്ങൾ. അപ്പോൾ എല്ലാം ചോരുമെന്നുള്ളതുകൊണ്ട് ആ ഒരു പേടിയൊക്കെ ഉണ്ടാവാം. അത് ചിലപ്പോൾ സിനിമയ്ക്ക് ഗുണം ചെയ്യാം. പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുന്നു, നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കിയെടുത്ത പ്രമേയവും അടക്കം, അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് അടക്കം കുറേ സിനിമകൾ സൂപ്പർ ഹിറ്റായി തമിഴ്നാട്ടിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ ഓടി നിന്ന സമയത്ത് ഈ റിപ്പോർട്ട് വന്നത് മലയാള സിനിമയെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലേക്ക് പോയി എന്നുള്ളത് വേറെ സത്യം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പുറത്തുവിട്ട റിപ്പോർട്ട് കൊണ്ട് മലയാള സിനിമയിൽ ഉടനടി ഒരു സമൂല പരിവർത്തനമൊന്നും ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. എന്നാൽ സകല നിയമങ്ങൾക്കും സംവിധാനങ്ങൾക്കും അതീതമാണ് തങ്ങളെന്ന വിശ്വാസം പുലർത്തിയിരുന്ന അഭിനയ തൊഴിലാളികൾ
ഇനി പഴയ തരികട പണികൾ കാണിക്കുന്നതിന് മുൻപ് ഒന്നല്ല 10 വട്ടം ചിന്തിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിൽ ഒരു സ്വയം നിയന്ത്രണം ഉണ്ടാകും. പ്രേക്ഷകർ എപ്പോഴും ഓർക്കേണ്ടുന്ന ഒരു വാചകം തുടക്കത്തിൽ ഞാൻ പരാമർശിച്ചിരുന്നു. ഉപ്പും പഞ്ചസാര പോലെ തോന്നിപ്പിച്ചേക്കാം, മിന്നുന്നതെല്ലാം പൊന്നുമല്ല. ആ ഒരു ബോധം പ്രേക്ഷകർക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ താരരാജാക്കന്മാർ ഉണ്ടാവില്ല, പിന്നെയോ പ്രൊഫഷണൽ അഭിനയ തൊഴിലാളികൾ ഉണ്ടാവും. നന്ദി, നമസ്കാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.